ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഹൊസൂറിലാണ്. ഹൊസൂറിൽ ഞാനെത്തിപ്പോൾ കണ്ട കാഴ്ചയാണിത്. കുറേ തട്ടുകടകളിൽ ഇതുപോലെ അച്ചാറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ കലങ്ങളിലുമൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും. മിക്സ് ചെയ്യും. ഇതിൻ്റെ പേര് കമ്പ് ചോളം രാഗി മൊത്തത്തിൽ പേരെന്താണ് അതിൻ്റെ? ഫുൾ 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 പേര് ഫുൾ. ഹൊസൂറിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അതായത് മണി എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ ഒരു തട്ടുകടയിൽ നിന്ന് കൂളെന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഉള്ളത് എന്തൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞേട്ടാ. ഇതിൽ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. இது கூழ் உடம்பு ஆரோக்கியத்துக்கு நல்லது. கேழ்வரகு கம்பு சோளம் 3 மிக்ஸ் கேட்டது. ஆனால் இதில் எந்த நோயினாலும் ஆரோக்கியத்துக்கு நல்லா கொடுக்குறது கிணறுங்களுக்கு. நானும் 20 வருஷமாக தள்ளுறேன். அந்த வண்டி இப்போ தள்ளுறேங்க. இல்லை இப்போ நான் அந்த கூழோட விலையில் தான் நான் தள்ளுறேன். இப்போ கையே இல்லை, ஒரு கையில் அந்த வண்டி தள்ளுறேங்க. ഓക്കെ, அந்த கூழோட மகிழ்மை தான். ഇതോ അച്ചാറുണ്ടോ? ராகி கம்பு சோளம் 3 ஐட்டம் இருக்கு. രാഗി 3 ഐറ്റം, മോര് കൂടെ അച്ചാറും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ പേര് കൂളെന്നാണ്. പുള്ളി ഒരു കൈയും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതാണ് നമുക്കിവിടെ എടുക്കാനായിട്ട് അച്ചാറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മുളക്, തൈര് മുളക്, മൊത്തത്തിൽ ഇതിന് 20 രൂപയാണ് ഇതെല്ലാം കൂടെ അവർ പറയുന്നത്. നമ്മളൊരു കഞ്ഞി കുടിക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. ഇതെന്താ കേട്ടാ? വെള്ളരിക്ക, മുള്ളങ്കി, ഇങ്ങനെ കുറേ സാധനങ്ങൾ മുളക് വിരട്ടിയിട്ട് അച്ചാർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. കാട്ടുനെല്ലിക്ക, അതായത് കാട്ടുനെല്ലിക്ക, നമ്മുടെ നാട്ടിലേക്ക് തന്നെ കാട്ടുനെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിലാണ് നമുക്ക് തരുന്നത്. നിറച്ചുണ്ടാവും ഇത്. അപ്പോൾ മോരും കഞ്ഞിയും പലതരം അച്ചാറുകളും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി സംഭവമാണ്. തമിഴ്നാട്ടിലെ ഹൊസൂറിലൊക്കെ വരുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തമിഴ്നാട്ടിലെ ഹൊസൂറിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ചേട്ടനോട് ബൈ പറഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.